കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയായ ഭർത്താവ് രാജേഷുമായി തെളിവെടുപ്പ് നടത്തി. പയ്യന്നൂരിലെ കത്തി വാങ്ങിയ കടയിലും പെട്രോൾ പമ്പിലുമായിരുന്നു തെളിവെടുപ്പ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ ഈ കത്തി വാങ്ങിയ, അതായത് കൊലക്കുപയോഗിച്ച കത്തി വാങ്ങിയ പയ്യന്നൂർ ടൗണിലെ കടയിലും ഒപ്പം തന്നെ പെട്രോൾ വാങ്ങിയ പെട്രോൾ പമ്പിലും നേരത്തെ പോലീസ് ഈ രാജേഷുമായി എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് കൊലക്കുപയോഗിച്ച കത്തി വലിച്ചെറിഞ്ഞു എന്ന് നേരത്തെ രാജേഷ് നൽകിയ മൊഴി പ്രകാരം പയ്യന്നൂർ പെരുമ്പ പുഴയിൽ ഇപ്പോൾ സ്കൂബ ഡൈവർമാരുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി പരിശോധന നടത്തുകയാണ്. തെളിവായ കത്തി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതിയുമായി പോലീസ് സംഘം തെളിവെടുപ്പിനായി പുറപ്പെട്ടത്. ഉച്ചയോടുകൂടി തെളിവെടുപ്പുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിഷേധത്തിനുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോലീസ് അത് അല്പം വൈകിപ്പിക്കുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയ ദിവ്യശ്രീയുടെ വീട്ടിന് പരിസരത്തും ഇയാളെ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടി, അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഒരുക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും ദിവ്യശ്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പഴുതടച്ച അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിയത്. ഇന്നലെ ഈ പ്രതി പിടിയിലാകുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിസാഹസികമായ നീക്കത്തിലൂടെ തന്നെ പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് പിടികൂടുന്നത് നമ്മൾ കണ്ടതാണ്. അതിശക്തമായ നടപടികൾ തന്നെ പ്രതിക്കെതിരെ ഇപ്പോൾ പോലീസ് നടത്തുന്നുമുണ്ട്. ഈ തെളിവെടുപ്പ് അല്പസമയത്തിനകം പൂർത്തിയാകും. കാരണം ഈ പെരുമ്പ പുഴയിൽ നിന്ന്, പാലത്തിൽ നിന്ന് പെരുമ്പ പുഴയിലേക്ക് കത്തി വലിച്ചെറിയുകയായിരുന്നു എന്നാണ് രാജേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെരുമ്പ പുഴയിൽ പാലത്തോട് ചേർന്ന ഭാഗത്ത് സ്കൂബ ഡൈവർമാർ ഇത്തരത്തിൽ പുഴയിൽ മുങ്ങി പരിശോധന നടത്തുന്നത്, ആ കത്തി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്. ശരി. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.